بسم الله الرحمن الرحيم اللهم صل على سيدنا ومولانا محمد जब हुस्न था उनका जलवा नुमा अनवार का आलम क्या होगा हर कोई फिदा है बिन देखे हर को। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अल्हम्दुलिल्लाह अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिल मुरसलीन वअला आलिहि वसहबिहि कुल्लिहिम अजमईन। अल्लाहुम्मा सल्लि अला मुहम्मदिन नबी अदद मन सल्ला अलैहि मिन खल्क़िक। अल्लाहुम्मा सल्लि अला मुहम्मदिन नबी कमा यंबगी लना अन नुसल्ली अलैहि। अल्लाहुम्मा सल्लि अला मुहम्मदिन नबी كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كونوا ربانيين بما كنتم تعلمون الكتاب بما كنتم تعلمون الكتاب وبما كنتم تدرسون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وما اجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. صدق محمد رسول الله صلى الله عليه وسلم. ومن هو الآية الكبرى لمعتبري ومن هي النعمة العظمى لمغتنمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവാദരണീയരായ ഉസ്താദുമാരെ, പ്രാസ്ഥാനിക നേതാക്കളെ,
സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഈ ഒന്നാം പത്തില് ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ശബ്ദത്തിന്റെ ചർച്ചയുമായി ഒത്തുകൂടാൻ നമ്മെ അനുഗ്രഹിച്ച റബ്ബ്, അവനെ സ്തുതിക്കാതെ വയ്യ. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഭൂമിലോകത്തേക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. മുസ്ലിമീങ്ങൾക്ക് ഇതിൽ പക്ഷാന്തരമുണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാൻ എന്ന ഒരു അധ്യായമുണ്ട്. അറിയാത്തവരാരുമുണ്ടാവില്ല. ശബ്ദമാധുര്യം കൊണ്ടും ശൈലീ ഭംഗി കൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരധ്യായം. ഈ അധ്യായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അർ-റഹ്മാൻ എന്ന ഒന്നാം സൂക്തത്തിന്റെ വിശദീകരണമാണ് തുടർന്നുള്ള മുഴുവൻ സൂക്തങ്ങളും. അല്ലാഹു റഹ്മാനാണ്, കരുണക്കടലാണ്. എങ്ങനെയാണ് പടച്ച റബ്ബ് കരുണക്കടലായത് എന്ന് വിശദീകരിക്കുകയാണ് തുടർന്നുള്ള മുഴുവൻ വചനങ്ങളിൽ. ഇങ്ങനെ ഒരു വിശദീകരണം നടത്തുമ്പോൾ ആ അധ്യായത്തെ വേണമെങ്കിൽ നമുക്ക് ഒരു ചുരുക്കപ്പേരിൽ വിളിക്കാം, അനുഗ്രഹങ്ങളുടെ പെരുമഴ. അതാണ് സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാന്റെ ചെറിയ ഒരാശയമെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കത് ബോധ്യപ്പെടും. മനുഷ്യോൽപത്തിയെക്കുറിച്ച് സൂറത്തുർ റഹ്മാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഭൂതോൽപത്തിയെക്കുറിച്ച് സൂറത്തുർ റഹ്മാൻ ചർച്ച ചെയ്യുന്നുണ്ട്. കടലിലും കരയിലും അള്ളാഹു ഒരുക്കി തന്നിരിക്കുന്ന വിഭവ സമൃദ്ധിയെക്കുറിച്ച് സൂറത്തുർ റഹ്മാൻ ചർച്ച ചെയ്യുന്നുണ്ട്. കടലിലും കരയിലും അന്തരീക്ഷത്തിലും അള്ളാഹു ഒരുക്കി തന്ന യാത്രാ സൗകര്യങ്ങളെ കുറിച്ച് സൂറത്തുർ റഹ്മാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ആകാശവും ഭൂമിയും വായുമണ്ഡലവും ഭൂമിയിൽ നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായ സന്തുലിതാവസ്ഥയും എല്ലാം സൂറത്തുർ റഹ്മാനിന്റെ ചർച്ചയുടെ ഭാഗങ്ങളായി കടന്നു വരുന്നു. എല്ലാം കഴിഞ്ഞ് ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിൽ നമുക്ക് ഒരുക്കി തന്ന അനുഗ്രഹങ്ങളും എല്ലാം വിശദീകരിച്ചതിന് പിറകിൽ നമ്മുടെ യഥാർത്ഥ വിജയപരാജയം തീരുമാനിക്കുന്ന പരലോകം, ആ പരലോകത്ത് വരാനിരിക്കുന്ന സ്വർഗ നരകങ്ങളുടെ വിവരണങ്ങള് ഇതെല്ലാം അടങ്ങിയതാണ് യഥാർത്ഥത്തിൽ സൂറത്തുർ റഹ്മാൻ എന്ന് പറയുന്ന അധ്യായം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ്. എങ്കിൽ ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അനുഗ്രഹങ്ങളുടെ പെരുമഴ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അധ്യായം അല്ലാഹു തുടങ്ങുന്നത് എന്തൊരനുഗ്രഹത്തെ പരാമർശിച്ചുകൊണ്ടാണ്? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. അല്ലാഹു റഹ്മാനായത് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടാണ്. അല്ലമൽ ഖുർആൻ. അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ച കഥയിലേക്ക് കടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പ് തോന്നുന്നില്ലേ? അല്ലാഹുവിന്റെ കലാമില്, അല്ലാഹുവിന്റെ വചനത്തില് ഏതെങ്കിലും ഒരു അരവചനത്തോട് പോലും നമുക്ക് വിയോജിപ്പില്ല, ഒരക്ഷരത്തോട് പോലുമില്ല. പക്ഷെ നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ചില്ലെങ്കിൽ
പ്രത്യക്ഷത്തിൽ ഒരു വിയോജിപ്പ് നമുക്ക് അവിടെ തോന്നിപ്പോയേക്കാം. അല്ലല്ലോ, അള്ളാഹു എനിക്ക് ചെയ്ത ഒന്നാമത്തെ അനുഗ്രഹം എന്നെ പടച്ചുണ്ടാക്കി എന്നതാണ്. പിന്നെ 4-5 വയസ്സൊക്കെ ചെന്നതിന് ശേഷമല്ലേ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു നിങ്ങളുടെ പെറ്റുമ്മയുടെ വയറ്റിൽ നിന്ന് നിങ്ങളെ ഭൂമിയിലേക്ക് പുറത്തിറക്കുമ്പോൾ ലാ തഅലമൂന ശൈആ, നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ഇത് വിശുദ്ധ ഖുർആൻ തന്നെയാ പറയുന്നത്. നാം ഇവിടെ പെറ്റുവീഴുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല. കുറെ കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ എന്താ അല്ലാഹു തആല ഖലഖൽ ഇൻസാൻ പറയുന്നതിന്റെ മുമ്പ് അല്ലമൽ ഖുർആൻ പറഞ്ഞത്? ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇന്നലെ പരാമർശിച്ചു, ഓക്കെ ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഫസ്സിർ. ബഹുമാനപ്പെട്ടവരുടെ ബുദ്ധിയാണ് അതിന് കാരണം എന്നും പറഞ്ഞു. ബഹുമാനപ്പെട്ടവര് അവിടെ പരാമർശിക്കുന്നത് കാണാം, മറ്റു മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ മനുഷ്യ സൃഷ്ടിപ്പ് പരാമർശിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു എന്ന് പരാമർശിക്കാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ ഖുർആൻ പഠിപ്പിക്കുക എന്നതാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അല്ലമൽ ഖുർആൻ എന്ന ആ ലക്ഷ്യം അല്ലാഹുവിന് ഇല്ലായിരുന്നുവെങ്കിൽ ഖലഖൽ ഇൻസാൻ എന്ന് പറഞ്ഞത് ഇവിടെ നടക്കൂലായിരുന്നു. ഖുർആൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മനുഷ്യ സമൂഹത്തിനെ അല്ലാഹു ഇവിടെ പടച്ചു വിട്ടത്. ഇവിടെയാണ് ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്, ഖുർആൻ പഠനം. ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും അത്യുത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചോ എന്ന് മറ്റൊരാളുടെ സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിക്കപ്പെട്ട 10 ഏടുകളുടെ സംക്ഷിപ്തം വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങള്, ആ ഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഉള്ളതെല്ലാം വിശുദ്ധ ഖുർആനില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടക്കി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അന്തർലീനമാണ്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസാ. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു ഇതിലേക്കൊക്കെ സൂചന പറഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അല്ലാഹുവിന്റെ റഹ്മാനിയത്ത് പ്രകടമാകുന്ന ഒന്നാമത്തെ ചിത്രമാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം. ആ ഖുർആൻ മാത്രം നമുക്കറിയില്ല, ലോകത്തുള്ള മറ്റുള്ള മുഴുവൻ വിദ്യകളും നമ്മുടെ കയ്യിലുണ്ട്. ചിന്തിക്കൂ പ്രിയപ്പെട്ട സഹോദര, ഭൗതിക തലത്തിൽ ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയിട്ടുണ്ട്. എല്ലാ ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യാൻ അറിയാം. ജനറൽ നോളജ് വേണ്ടുവോളമുണ്ട്. ലോകത്തെപ്പറ്റി നല്ല കാഴ്ചപ്പാടുണ്ട്. ഒന്നു മാത്രം അറിയില്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏതൊരു ലക്ഷ്യത്തിലാണോ പടച്ചു വിട്ടത് ആ വിജ്ഞാന ശാഖ മാത്രം നമുക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എത്ര പരാജയപ്പെട്ടവരാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എത്രമാത്രം പരാജയത്തിലാണ് ഉള്ളത് എന്ന് തിരിച്ചറിയണമെങ്കിൽ അങ്ങനെ ആലോചിക്കുമ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ദീൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. അതാണ് ഖുർആൻ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഖുർആൻ പഠനം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഖുർആൻ നിവർത്തി വെച്ചു, തൊട്ടടുത്ത ഒരാൾ എഴുതിയ ഖുർആൻ പരിഭാഷയും നിവർത്തി വെച്ചു, അതിന്റെ നേരെ ആശയങ്ങൾ ഇങ്ങനെ വായിച്ചു, അത് പഠിച്ചു, പൂട്ടി വെച്ചു, ഞാൻ ഖുർആൻ പഠിച്ചു എന്ന് വീമ്പ് പറയുന്ന അല്പന്മാരുടെ പഠനത്തെ കുറിച്ചല്ല നമ്മളിവിടെ ഖുർആൻ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ പലപ്പോഴും ഖുർആനിന്റെ
ഗൗരവം ഒരു പക്ഷേ നഷ്ടപ്പെടാനാണ് സാധ്യത. വിശദമായി പഠിക്കാത്ത ഒരാൾ ഇത്തരം ഒരു പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് മാത്രം വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ ഒരുങ്ങിയാൽ, ഒരു പരിഭാഷയിലേക്ക് നോക്കിയിട്ട്, അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ആലിമീങ്ങള്, പണ്ഡിതന്മാര് കർശനമായ ഭാഷയിൽ പറഞ്ഞത് ഖുർആൻ പരിഭാഷ അപകടകരമാണ് എന്ന് പറയാൻ കാരണം ഖുർആനിന്റെ ആശയം സമൂഹത്തിന്റെ മനസ്സിൽ ചെറുതാവുകയാണ് ചെയ്യുന്നത്. ഞാനൊരിക്കൽ സൂറത്തുൽ ആദിയാത്ത് എന്റെ ഒരു സീരിയൽ ക്ലാസ്സിൽ ഒരു ദിവസം ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ ക്ലാസിന്റെ ശ്രോതാക്കളിൽ ഒരാള്, എഡ്യൂക്കേറ്റഡ് ആയ ഒരാള്, അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മുമ്പ് ജുസ്ഉ അമ്മ 30ാമത്തെ ജുസ്, അവസാനത്തെ ജുസ് മുഴുവനും പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് സൂറത്തുൽ ആദിയാത്ത് ഓതുമ്പോഴും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോഴും ക്ലാസ്സിൽ നിന്ന് അതിന്റെ വിശദീകരണം കേട്ടപ്പോഴും ഒക്കെ എനിക്ക് തോന്നിയത് സൂറത്തുൽ ആദിയാത്തിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞതാണ്, അതൊരു കുതിരക്കളി പോലെ തോന്നി എനിക്ക്. വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖആ. കിതച്ചോടുന്ന കുതിരകളാണ് സാക്ഷി. കുളമ്പ് ഭൂമിയിലിട്ട് അടിച്ച് തീപ്പൊരി പറത്തിക്കുന്ന കുതിരകളാണ് സാക്ഷി. ശത്രുപക്ഷത്തിന്റെ മധ്യത്തിലേക്ക് ഇരച്ചു ചാടുന്ന കുതിരകളാണ് സാക്ഷി. ശത്രുപക്ഷത്തിന്റെ മധ്യത്തിലേക്ക് ഇരച്ചു ചാടി സമരക്കളത്തിൽ പൊടി പറത്തുന്ന കുതിരകളാണ് സാക്ഷി. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിശ്ചയം മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. ഇതിങ്ങനെ കേട്ടപ്പോ ഇതൊരു കുതിരക്കളിയാണോ എന്ന് തോന്നിപ്പോയി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റിയ തെറ്റ്, ഞാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിലുള്ള വിശുദ്ധ ഖുർആൻ തഫ്സീറുകൾ അന്വേഷിച്ച് ഈ സൂറയെ വിശദീകരിക്കുന്ന ഒരു സദസ്സിൽ പോയിരുന്നില്ല എന്നതാണ്. മറിച്ച് കേവല പരിഭാഷകൾ മാനദണ്ഡമാക്കിയിട്ട് ക്ലാസ് എടുക്കുന്നവരുടെ മുമ്പിൽ ചെന്നിരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ അബദ്ധം വന്നത്. അതേസമയം ആ പറഞ്ഞ വാക്കിന്റെ കടുപ്പം ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച വിശദീകരണം എന്ന് നിങ്ങൾ നൽകിയപ്പോൾ അതെന്റെ പവറല്ല, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനാണ് അതിന്റെ ക്രെഡിറ്റ്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഇത്ര വലിയ ഒരാശയമാണോ പടച്ചോൻ ഈ പറഞ്ഞത്? അതിലേക്ക് കടന്നു വരാനുള്ള സമയമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്താണ് അവിടെ പറഞ്ഞത്? സമരക്കളത്തിൽ യോദ്ധാക്കൾക്ക് വേണ്ടി പെടാപാടുപെടുന്ന കുതിരകള് ഓടുന്ന് കിതക്കുന്ന, സമരക്കളത്തിൽ പൊടിപറത്തി തങ്ങളുടെ പുറത്തിരിക്കുന്ന ഉടമകള് മുന്നോട്ട് പിന്നോട്ട് വലത്തോട്ട് ഇടത്തോട്ട് എങ്ങോട്ടാണോ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് അതിനനുസരിച്ച് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ മാറാനും ഒഴിയാനും ഒക്കെ റെഡിയായിട്ട് നല്ല മെയ് വഴക്കം വന്ന കുതിരകള് അവ പെടാപാടുപെടുന്നു. അതിനിടയിൽ അമ്പുകൾ ചീറി വരുന്നുണ്ട്, ശരവർഷങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുന്തങ്ങളുടെ കുത്തുകൾ വരുന്നുണ്ട്, വാളുകളുടെ വെട്ടുകൾ വരുന്നുണ്ട്. അതൊന്നും ശരീരത്തിൽ ഏൽക്കാതെ ഒഴിഞ്ഞു മാറണം. അല്പമൊക്കെ ഏറ്റാലും പ്രശ്നമാക്കാതെ മുന്നോട്ട് തന്നെ കുതിക്കണം. ഇതൊക്കെ എന്തിനാണ് ഈ കുതിരകൾ കാണിക്കുന്നത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു നേരം ഭക്ഷണം തരുന്നവനാണ്, എനിക്ക് വേണ്ട ഭക്ഷണം തരുന്നവൻ, എനിക്ക് വേണ്ട വെള്ളം തരുന്നവൻ, എന്നെ കഴുകി വൃത്തിയാക്കി തരുന്നവൻ, എന്നെ പോറ്റി വളർത്തുന്ന എന്റെ രക്ഷിതാവാണ്. എന്റെ പുറത്തിരുന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പിന്നോട്ട് എന്ന് പറയുന്നത് അതിലെന്തു പ്രയാസമുണ്ടെങ്കിലും ഉടമയോട് നന്ദി കാണിച്ചേ പറ്റൂ. ഈ നിർബന്ധമാണ് കുതിരകൾ പടക്കളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പടക്കളത്തിലെ കുതിരകളുമായി വലിയ ബന്ധമുള്ള അറബികളോട് അല്ലാഹു പറയുന്നു, ഇതാ ഈ മിണ്ടാ പ്രാണികളെ കണ്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങളതിന്റെ ഒറിജിനൽ ഉടമകളല്ല. സത്യത്തിൽ ഇവയെ നിങ്ങൾക്ക് ഞാൻ ഉടമപ്പെടുത്തി തന്നതാണ്. അല്ലാഹു സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പോറ്റുമൃഗങ്ങള്, നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ഞാൻ ഉടമപ്പെടുത്തി തന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉടമാവകാശം ഉണ്ടാവുകയില്ല. അത് സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നുണ്ട്.
അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? നിങ്ങൾ അതിന്റെ ഒറിജിനൽ ഉടമകളല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഉടമകളാണ്. എങ്കിൽ നിങ്ങൾ അവക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ, വെള്ളം കൊടുക്കുന്നതിന്റെ പേരില് നിങ്ങൾക്ക് വേണ്ടി എല്ലാം സഹിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി എത്രയും കഷ്ടപ്പെടാൻ ആ മിണ്ടാപ്രാണികൾ റെഡിയാണെങ്കിൽ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, തലച്ചോറ് നൽകി ഞാൻ പടച്ച നിങ്ങള് നിങ്ങളുടെ യഥാർത്ഥ ഉടമയോട് നന്ദി കെട്ടവരാണ് മനുഷ്യരെ എന്ന് പറയുന്നതിന് എത്ര വലിയ അർത്ഥമുണ്ട്. തൊഴുത്തിൽ കിടക്കുന്ന നാൽക്കാലി നമ്മള് രാത്രി ഇശാനിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഹദ്ദാദും കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്ത് ഉപ്പ അങ്ങനെയൊക്കെ ആ വീട്ടിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വരുമ്പോ ആ തൊഴുത്തിൽ കിടക്കുന്ന പശു നിങ്ങളെ കാണുമ്പം മൂക്രയാടുന്നു, ആ പശു കരയുന്നു, നിങ്ങളുടെ കൂട്ടിലുള്ള പട്ടി കുരക്കുന്നു, വാലാട്ടി നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു. എന്തിന്? ഉടമസ്ഥനോടുള്ള നന്ദി പ്രകടനമാണ്. ആ മൃഗങ്ങളെ കണ്ട് നീ പഠിക്കണം. നിന്റെ ഉടമയോട് ആ സമയം തന്നെ നീ വന്ന് ഭക്ഷണം മുമ്പിലെത്തി, ഭാര്യ വിളമ്പി തന്നു, ഈ ഭക്ഷണം അല്ലാഹു ഉണ്ടാക്കിയതാണ്, ഈ ഭക്ഷണം നിനക്ക് എത്തിച്ചു തന്നത് അല്ലാഹുവാണ്, എല്ലാം നിനക്കറിയാം. ആ ഭക്ഷണം എടുത്തിടുമ്പോൾ വായിലേക്ക് എടുത്തു വെക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാൻ നീ മറന്നുപോയില്ലേ? ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ. എത്ര വലിയ ആശയമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിലൂടെ സമർത്ഥിക്കുന്നത്. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്, എൻ്റെ ഓർമ്മയിലേക്ക് വന്ന ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രമാണ്. ഖുർആൻ പഠനം അത് പരിഭാഷ വായിക്കലല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിച്ച മഹാന്മാരായ ഇമ്മത്ത് എഴുതി വെച്ചത്, അത് വായിച്ച് പഠിച്ചവർ, അവരിൽ നിന്ന് അത് കേൾക്കണം, അല്ലെങ്കിൽ അവരുടെ കിതാബുകൾ വായിക്കണം. അതാണ് അതിനുള്ള മാർഗം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് പഠിച്ചു, സ്വഹാബത്തിൽ നിന്ന് താബിഉകൾ പഠിച്ചു, താബിഉകളിൽ നിന്ന് താബിഉ താബിഈങ്ങൾ പഠിച്ചു, നമ്മുടെ ഉസ്താദുമാര് വരെ എത്തി, നമ്മൾ അവരിൽ നിന്ന് പഠിച്ചു. ഇങ്ങനെ ഇനി നമ്മളിൽ നിന്ന് നമ്മുടെ ശിഷ്യന്മാര് പഠിക്കുന്ന, ഇങ്ങനെ നീണ്ടുപോകുന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതിന്റെ പരമ്പര. ഇതിനെ ചെറുതായി കാണാൻ പറ്റില്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ ദീനിനെ കുറിച്ചുള്ള പഠനമാണ്. ഖുർആൻ നിവർത്തി വെച്ചുള്ള പഠനം എന്ന് മാത്രമല്ല, എന്നാൽ ഖുർആൻ തന്നെ നിവർത്തി വെച്ച് ഖുർആനിലെ ഓരോ സൂറകൾ പഠിക്കുന്ന ഒരു സമ്പ്രദായം ഇടക്കാലത്ത് കേരളത്തിൽ വീണ്ടും വന്നു. ഞാൻ വീണ്ടും എന്ന് പറയാൻ കാരണം മനഃപൂർവമാണ്. എന്താ കാരണം? പഴയ കാലത്ത് ഖുർആൻ പഠനം ഇവിടെ നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം സൂറത്തു യാസീനിന് എത്രയോ വാള്യങ്ങളുള്ള തഫ്സീറുകൾ വന്നു, സൂറത്തുൽ ഫാത്തിഹക്കുമുണ്ട്. ഇതൊക്കെ വന്നത് മഹാന്മാര് ഖുർആനിനെ കുറിച്ച് പഠിച്ചിരുന്ന ഒരു കാലമുള്ളത് കൊണ്ടാണ്. ഖുർആനിനെ കുറിച്ച് പഠിക്കാതിരുന്നിട്ടില്ല, ഒരു കാലത്തും വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇടക്കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ നേരെ അർത്ഥങ്ങൾ പറഞ്ഞ് മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ഒരു സ്വഭാവം ബിദ്അത്തുകാരൻ കൊണ്ടുവന്നപ്പോ അതിനെ തടയിടാൻ വേണ്ടി ആലിമീങ്ങള് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളാണ് പരതേണ്ടതെന്ന് പറഞ്ഞു, ഫിഖ്ഹാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു, ഹദീസാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അതിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. പ്രത്യേകിച്ച് ഹദീസിന്റെയും ഖുർആനിന്റെയും എല്ലാറ്റിന്റെയും വ്യാഖ്യാനമാണ് ഫിഖ്ഹ്. അതിൽ ഒതുങ്ങി നിന്നാൽ നമുക്ക് ആഖിറം നേടാൻ പറ്റും. ഇത് പഴയകാല ആലിമീങ്ങൾ പറഞ്ഞു. അല്ലാതെ വിശുദ്ധ ഖുർആൻ പഠനം സുന്നികൾ ഒരു കാലത്ത് മുടക്കം പറഞ്ഞതാണ്. ഇന്ന് അവര് തന്നെ ഖുർആൻ ക്ലാസുമായി ഓടി നടക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. തികഞ്ഞ അസംബന്ധമാണ് പറയുന്നത്, അസംബന്ധമാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തികഞ്ഞ അസംബന്ധം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വസ്തുതയോട് പൊരുത്തപ്പെടുന്നതല്ലാതെ. എന്നാൽ ഇന്ന് വീണ്ടും കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആലിമീങ്ങള് അവര് എല്ലാ കാര്യങ്ങളും വേണ്ടപ്പോൾ അത് കണ്ടറിഞ്ഞ് പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിലും പ്രസ്ഥാനം ഒരു ഉറച്ച തീരുമാനമെടുത്തു. സ്കൂൾ ഓഫ് ഖുർആൻ എന്ന പദ്ധതി, ഖുർആൻ തന്നെ തുറന്നു വെച്ചിട്ട് ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് നിയന്ത്രിച്ച് ഇമാമിങ്ങളുടെ കിതാബുകൾ നോക്കി അവർ കൊടുത്ത വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നു. അതിന്റെ സാധുവായ ഒരു ഖാദിമാണ് ഞാൻ. 11 കൊല്ലം മുമ്പാണ് കൊണ്ടോട്ടി മസ്ജിദുൽ ഫതഹില് അതിന്റെ ഒരു ചെറിയ ക്ലാസ് ആരംഭിച്ചത്.
അതാണ് ഈ രംഗത്തേക്ക് എന്നെ കടന്നു വരാൻ പ്രചോദിപ്പിച്ചത്. 11 കൊല്ലം മുമ്പ്. ഇപ്പോഴും ഒരു ഖത്മ് തീർക്കാൻ സാധിച്ചിട്ടില്ല. ഒരു 6-7 ജുസ്ഉം കൂടെ പൂർത്തിയായാൽ ഇൻഷാ അല്ലാഹ് ഖത്മ് തീർക്കാനാവും. 11 കൊല്ലം പിന്നിട്ടു. ഒരുപാട് അഭ്യസ്ത വിദ്യർ 9 പേരെ കൊണ്ട് തുടങ്ങിയ ക്ലാസ്സിൽ അൽഹംദുലില്ലാഹ് ഇന്ന് 500-ലധികം സ്ഥിരം പഠിതാക്കൾ അതിൽ വന്നുകൊണ്ടിരിക്കുക. എല്ലാ ഞായറാഴ്ചയും 6:45 തുടങ്ങിയാൽ 8 മണിക്ക് ആ ക്ലാസ് അവസാനിക്കുന്നു. 1.25 മണിക്കൂർ മാത്രം. ആർക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ. ഞാൻ മനസ്സിലാക്കുന്ന കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിലും ഇവിടെയുള്ള ആലിമീങ്ങൾ സ്കൂൾ ഓഫ് ഖുർആൻ നടത്തുന്നുണ്ടാവും. ആ ക്ലാസുകളിൽ പങ്കെടുക്കാൻ സമയം കാണണം. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയം കാണണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിന്റെ 79-ാമത്തെ വചനം എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ചതാണ്. കൂനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചും പഠിപ്പിച്ചും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചും പഠിച്ചും നിങ്ങൾ അല്ലാഹുവിന്റെ സ്വന്തക്കാരാവുക. കൂനൂ റബ്ബാനിയീൻ. നിങ്ങൾ റബ്ബിന്റെ ആളുകളാകുക, പടച്ചോന്റെ ആളുകളാവുക. എങ്ങനെയാണ് അതിന് സാധിക്കുക? ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ് വബിമാ കുൻതും തദ്റുസൂൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചും പഠിച്ചും. അങ്ങനെയാണ് നിങ്ങൾക്കത് സാധ്യമാകുന്നത്. ഈ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദീനിനെ കുറിച്ച് പഠിക്കുക. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ ആഴ്ചതോറും നിങ്ങളുടെ നാട്ടിലെ ഉസ്താദ് നിയന്ത്രിക്കുന്ന മസ്അല ക്ലാസ് ഖുർആൻ പഠിക്കലാണ് സത്യത്തില്. കാരണം ഖുർആനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിച്ച മസ്അലകളാണ് അവിടെ പറയുന്നത്. അത് ഖുർആൻ പഠനമാണ്. കുറ്റമറ്റ ഖുർആൻ പഠനമാണത്. ചെറുതായി കാണാൻ പറ്റില്ല. അപ്പൊ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുക, ഇതാണ് ഖുർആൻ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. ഖുർആനും ഹദീസും അത് വിശദീകരിച്ചതാണ് ഫിഖ്ഹ്, കർമ്മശാസ്ത്രം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ സംബന്ധിക്കുന്ന മസ്അല ക്ലാസുകൾ, ഖുർആൻ ക്ലാസുകള്, ഹദീസ് ക്ലാസുകള്, പക്ഷേ ഖുർആൻ ക്ലാസും ഹദീസ് ക്ലാസും ആകുമ്പോ വളരെ ശ്രദ്ധിക്കണം. ആശയപ്പൊരുത്തമുള്ള പണ്ഡിതരിൽ നിന്നേ അത് കേൾക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. ആരിൽ നിന്ന് ഖുർആൻ കേൾക്കണം? ആരിൽ നിന്നൊക്കെ ഖുർആൻ കേൾക്കാൻ വിസമ്മതിച്ചു? ആര്? ആധികാരിക ഇമാമിങ്ങള് ചിലരിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ വിസമ്മതിച്ചു. എന്താ അതിന് കാരണം? നമുക്ക് നോക്കണം. അപ്പോഴാണ് നമുക്ക് ചില സംഗതികളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് മഹാന്മാര് ബിദ്അത്തുകാരുടെ ക്ലാസ്സിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് അവിടെയാണ്. ഏതായാലും വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞതിന് വലിയ മഹത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൽമ് പഠിക്കുക, ചുരുക്കി പറഞ്ഞാൽ ഇൽമ് പഠിക്കുക, മതവിദ്യാഭ്യാസം പഠിക്കുക. അത് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇയാൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് പിഴക്കാത്ത ഒരു ആലിമാണ്. ആ ആലിമിന്റെ CD കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് തുല്യമാണ്. അത്ര ഉറപ്പുള്ള ആളുകളായിരിക്കണം. അയാൾ എഴുതിയ ഒരു ലേഖനം വായിക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഒരിക്കലും ഇതിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരാളായിരിക്കണം. വ്യതിചലിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു നിലക്കും അത് അംഗീകരിക്കാൻ പറ്റുകയുമില്ല. അല്ലെങ്കിൽ ആ CD കേൾക്കുന്നത്, ആ ഒരു ലേഖനം വായിക്കുന്നതൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കൽ തന്നെയാണ്. വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്നുള്ള ഒരു ഭവനത്തിൽ ഒരു ടീം ഒത്തൊരുമിച്ചിരുന്ന് യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിന് പാരായണം ചെയ്യുകയും വയതദാറസൂനഹു ബൈനഹും, എന്നിട്ട് ആ ഓതിയ ഭാഗം അവർക്കിടയിൽ പരസ്പരം അതിന്റെ ആശയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്താൽ ഈ സദസ്സിൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, ആ ശ്രോതാക്കളുടെ മേലിൽ, ആ സദസ്യരുടെ മേലിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകം ശാന്തി ഇറങ്ങാതിരിക്കില്ല. വഗശിയത്തുഹുമുർ റഹ്മ, അവരെ അല്ലാഹുവിന്റെ കാരുണ്യം വലയം ചെയ്യും. വഹഫ്ഫതുഹുമുൽ മലായിക,
റഹ്മത്തിന്റെ മലാക്കമാർ അവരെ ആവരണം ചെയ്യും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അല്ലാഹു അവരെ കുറിച്ച് അല്ലാഹുവിന്റെ അടുത്തുള്ളവരോട്, വാനലോകത്തുള്ളവരോട് എന്ന് പറഞ്ഞാൽ അല്ലാഹു വാനലോകത്താണെന്നതിനർത്ഥം വെക്കരുത്. നമ്മളോട് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ശൈലിയാണ്. ഭൂമിയിൽ ജീവിക്കുന്നവരോട് അല്ലാഹുവിന്റെ അടുത്തുള്ളവർ എന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാനലോകത്തുള്ളവർ എന്നാണ്, അല്ലാതെ അല്ലാഹു വാനലോകത്താണെന്നല്ല. അല്ലാഹുവിന് സ്ഥലവും കാലവും ഒന്നും ഉണ്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചതുപോലെ ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദിലാണെന്ന് ഹദീസിലുണ്ട്. അപ്പൊ അല്ലാഹു പാതാളത്തിലാണെന്ന് പറയേണ്ടി വരുമോ? അതൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് ഭാഷ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നതാണ്. അത് ഭാഷ മനസ്സിലാക്കാതെയുള്ള പ്രതികരണങ്ങളാണ്. അവരെ നമുക്ക് അവരുടെ പാട്ടിന് വിടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതിന്റെ കഴമ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു മാലാക്കമാരോട് നമ്മളെപ്പറ്റി പറയും, നോക്കൂ, ഈ മനുഷ്യരെയാണല്ലോ ഞാൻ പടക്കട്ടെ എന്ന് നിങ്ങളോട് മുഷാവറ നടത്തുമ്പോ നിങ്ങൾ വേണ്ട, കുഴപ്പമുണ്ടാക്കുന്ന ഒരു ടീമിനെ എന്തിന് ഈ ആദമിന്റെ മക്കളെ നീ പടക്കുന്നു എന്ന് അന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചില്ലേ? നോക്ക്, നിങ്ങൾ അവർ കുഴപ്പമുണ്ടാക്കുകയാണോ? എന്റെ ഭവനത്തിലിരുന്ന് എന്റെ ആരുറപ്പുള്ള വചനങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട മനുഷ്യര് എന്റെ അടിമകളാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മലക്കുകൾ പറയുന്നു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അല്ലാഹു അവരെ തോൽപ്പിച്ചപ്പോൾ അന്നവര് പറഞ്ഞ അതേ വാക്ക്, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പടച്ചവനെ, നീ അറിയിച്ചു തരുന്ന വിവരമല്ലാതെ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് പിഴച്ചു, ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ്. മലക്കുകൾ സമ്മതിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണം. ആ വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കണം. ആ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ അതോതുമ്പം വെറുതെ അങ്ങ് നമ്മുടെ ഹൃദയത്തിന് ഇളക്കം തട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, تتلوها خيفة من حر نار لظى أطفأت حر لظى من بردها الشبم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പൊള്ളുന്ന നരക ചർച്ചകൾ ഖുർആനിലെമ്പാടുമുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകം എന്ന ഒരൊറ്റ CD ഒരുപാട് ആളുകൾ അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുടെ, ഖുർആൻ ക്ലാസ്സുകളുടെ CD കേട്ടതിൻ്റെ പേരിൽ നേരിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് പോലുമില്ല. നേരിട്ട് പങ്കെടുത്തവർക്കുമുണ്ട്. അതൊന്നുമല്ല, നേരിട്ട് പങ്കെടുക്കുക പോലും ചെയ്യാതെ കേവലം CD-കളിലൂടെയായിട്ട് ധാരാളം ആളുകൾ ജീവിത ലക്ഷ്യം കണ്ടുപോയവരുണ്ട്. കാരണം ഖുർആനിന്റെ അവതരണം അത്രയും കടുപ്പത്തിലാണ്. നാളെ ഒരു ജീവിതമുണ്ട്. ഈ കണ്ണൂരിൽ നിന്ന് തന്നെ പലരും വിളിച്ചത് ഞാൻ ഓർക്കുന്നു. ഒരു സഹോദരൻ ഈയിടെ അടുത്ത് എന്നെ നേരിട്ട് കാണാൻ വന്നു. അദ്ദേഹം എന്നോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന ഭാഗം, അദ്ദേഹത്തിന്റെ ജീവിത ശൈലി, പഴയ ജീവിത ശൈലി ഞാൻ വായിച്ചപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി. അത്രയും അധികം അനർത്ഥങ്ങളാണ് അയാളുടെ ജീവിതത്തിലുള്ളത്. അയാൾ പറയുന്നത് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എഴുതി തന്നത്. എന്നിട്ട് ആ ഭാഗത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആ വിഷയങ്ങളോട് ആ എഴുത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത്, ഞാൻ ഇത്രയും വഴിവിട്ട ഒരു ജീവിതം നയിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് നരകം എന്ന ഒരു CD എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരാൾ തരുന്നു. ഞാനത് കേട്ടു. ഉടനെ ഞാൻ അങ്ങ് പേടിച്ചുപോയി. സാധുവായ ഞാൻ ചർച്ച ചെയ്ത ഒരു CD ആയിരുന്നു. വിശുദ്ധ ഖുർആൻ പഠനവേദിയുടെ ഭാഗമായി എവിടെ നിന്നോ അവതരിപ്പിച്ചത്. ആ നരകം, ഖുർആൻ വിവരിച്ച നരകങ്ങ് കേട്ടപ്പം പേടിച്ചുപോയി. അന്ന് മുതൽ ഞാൻ അങ്ങ് തിരുത്തി. ഞാൻ ഈ സദസ്സിൽ പറയുന്നില്ല, അദ്ദേഹം അതിലെഴുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ അത്രയും വഴിവിട്ട ജീവിതമാണ്. ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ സദസ്സിൽ ഉണ്ടായിരിക്കാം. ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നിങ്ങൾ ചിന്തിക്കണം, നരകം കേട്ടാൽ ഇപ്പോഴും ഈമാനുള്ള ഖൽബുകൾക്ക് മാറ്റം വരും. ആ സഹോദരന് പൂർണ്ണമായി മാറാൻ കഴിഞ്ഞു എന്നത് സന്തോഷമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നരക പരാമർശമുള്ള വചനങ്ങൾ അങ്ങനെ ഓതുമ്പോ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതിയാൽ, അതേ ഖുർആനിന്റെ തണുത്ത വെള്ളപ്പാത്രങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ആ ഖുർആനിലെ എന്ന് പറഞ്ഞ ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് ഇമാം ബൂസീരി പ്രയോഗിച്ചതാണത്. തണുത്ത വെള്ളപ്പാത്രങ്ങള്, ആ തണുത്ത വെള്ളപ്പാത്രങ്ങളെ കൊണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നരകത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നരകാഗ്നിയുടെ ചൂട് അത് കെടുത്തു കളയുകയാണ്, അണച്ചു കളയുകയാണ്. ഈ ഒരവസ്ഥ നമുക്ക് കിട്ടണമെങ്കിൽ കുറെയൊക്കെ സൂറത്തു ദുഖാൻ ഓതുമ്പം സൂറത്തു ദുഖാനിൽ ഇന്ന ശജറത സഖൂം തഅമുൽ അസീം എന്നിങ്ങനെ ഓതിപ്പോകുമ്പോ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? അവിടെയാണ് ഖുർആൻ പഠനത്തിന് പ്രാധാന്യം വരുന്നത്. നിസ്കാരത്തിൽ ഇങ്ങനെ ഒറ്റക്ക് പാരായണം ചെയ്യുമ്പം വെറുതെ ഖൽബ് പടക്കും. സൂറത്തുർ റഹ്മാനിലെ നരകാവതരണം ഖൽബ് പഠിപ്പിക്കും. സൂറത്തു ദുഖാനിലെ നരകാവതരണം ഒരു കുട്ടിയുടെയും കണ്ണീരൊലിപ്പിക്കാതിരിക്കില്ല. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങളെ നരകത്തെ തൊട്ട് സലാമത്താക്കി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വല്ലാത്ത ഒരു സംഗതിയാണ് നരകം. ഇപ്പോ ഞാൻ അതിലേക്ക് കടന്നു വന്നാൽ ഒരു ചെറിയ ചിത്രമെങ്കിലും കേൾപ്പിക്കണമെന്ന് നിയ്യത്താക്കിയാൽ അതിവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ നീണ്ട വിഷയങ്ങൾ അവതരിപ്പിക്കാൻ തടസ്സാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് കയറുന്നില്ല. ഇൻഷാ അല്ലാഹ് പറ്റിയെങ്കിൽ സമയമുണ്ടെങ്കിൽ അവസാനം പറയാം. പ്രധാനപ്പെട്ട പലതും പറയാനുണ്ട്, അത് പറഞ്ഞിട്ട്. ഇത് അപ്രധാനമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കുറെ വിഷയങ്ങൾ അത് പറഞ്ഞേ പറ്റൂ. മാത്രമല്ല, നരകത്തെക്കുറിച്ചുള്ള വിവരണം പലപ്പോഴും പല സീഡികളിലുമായിട്ട് കയറിയതാണ്. ഇത് SYS പുറത്തിറക്കാനും ഉദ്ദേശിക്കുന്നു. ആയതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കാണ് നമ്മൾ വരേണ്ടത്. ദീനിനെ പറ്റി പഠിക്കുക ഇത് ചെറിയ കാര്യമല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു ബഹുമാനമാണ് ഇതിന് നൽകിയത്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഹുദൂറു മജ്ലിസി ആലിമിൻ, ഒരാലിമിന്റെ സദസ്സിൽ പോയിരിക്കല്. കേട്ടോളൂ, നമ്മൾ കാഴ്ച തോറും നടക്കുന്ന പഠന ക്ലാസുകൾ നമ്മൾ എത്ര നവർ മൈൻഡാക്കി കളഞ്ഞു. ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ശേഷം നടക്കുന്ന ഒരു 10 മിനിറ്റ് പ്രഭാഷണം അല്ലേ, ഒരു ഖത്തീബിന് നടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സംഗതിയാണിത്. എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ശേഷം ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് മതി, 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് മതി. അതിലേറെ കൂടാതിരിക്കാൻ ഖത്തീബ് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? എല്ലാ ആഴ്ചയുള്ളതാ, ഒരുപാട് തിരക്കുകൾ ഉള്ളവരുണ്ടാകും. ഇത് കേൾക്കണമെന്ന് താല്പര്യമുള്ളവരെ മുഴുവൻ കേൾപ്പിക്കാൻ വിഷയത്തിന്റെ സംക്ഷിപ്തം മാത്രം എടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുന്നുവെങ്കിൽ, 10 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുന്നുവെങ്കിൽ അവിടെ അത് കേട്ടിരിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. കേട്ടിരിക്കുന്നില്ലെങ്കിൽ നമുക്കതെന്തൊരു വലിയ പരാജയമാണ് ജീവിതത്തിൽ തിരിച്ചറിയണം. നീട്ടി പ്രസംഗിച്ചാൽ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇന്ന മിൻകും ലമുനഫിരീൻ, നിങ്ങളെ കൂട്ടത്തിൽ ചില ചടപ്പിക്കൽ ടീമുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പ്രയോഗിച്ചതാണ്. ചടപ്പിക്കൽ ടീമുകളുണ്ട്. നീട്ടി ഖുർആൻ ഓതി നിസ്കരിച്ചതിന്റെ പേരിൽ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ക്ലാസ് എടുക്കുന്നിടത്ത് അങ്ങനെയാണ്, ദുആ ചെയ്യുന്നിടത്ത് അങ്ങനെയാണ്. ഇന്ന മിൻകും ലമുനഫിരീൻ. ഒരു ദുആ സമ്മേളനമൊക്കെ സംഘടിപ്പിച്ചാൽ അവിടെ ദ്വാരക്ക എന്നുള്ളത് പ്രധാന ലക്ഷ്യമാണ്. അവിടെയുള്ള ആളുകൾക്ക് ദ്വാരനാലറ്റം അടുക്കൂല, അപ്പം നീട്ടി ദ്വാരക്കാൻ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അല്ലാതെ ഒരു സദസ്സിൽ നീട്ടി ദുആ ചെയ്യുന്നത് പോലും പഴയകാല ആലിമീങ്ങൾ അവരിഷ്ടപ്പെട്ടിരുന്നില്ല.
അതേസമയം ദിക്ർ ദുആ മജ്ലിസിനൊക്കെ ഇപ്പം നമ്മളൊരു തങ്ങളെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നാളെ ഇവിടെ നീണ്ട ദുആ നടക്കണം. അവിടെ നമ്മൾ ദുആ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിക്കുന്ന സമയത്ത് എത്രയും ദുആ ചെയ്യാം, എല്ലാവർക്കും ഒരുപോലെ. നേരെ മറിച്ച് സദസ്സിന് എല്ലാവർക്കും ഒരുപോലെ താല്പര്യമില്ലാത്ത സമയത്ത് ചടപ്പിക്കരുത്. അങ്ങനെ ചടപ്പിക്കുമ്പോഴാണ് ഒരിക്കലും ചെറിയൊരു ദുആയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ വലിയൊരു ദുആ അങ്ങനെ നടത്തുമ്പോൾ സദസ്സിൽ പലപ്പോഴും ആമീൻ പറയുന്നത് പഠിച്ചോനെ ദുആ എന്ന് നിർത്തി കിട്ടിയെങ്കിൽ ആമീൻ എന്നായിരിക്കും. അങ്ങനെയുണ്ടാവും. ചടച്ചിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് സംഗതി എത്തിക്കരുത്. ഇന്ന മിൻകും ലമുനഫിരീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ക്ലാസ് എടുക്കുന്നിടത്തേക്കും ബാധകമാണ്, എല്ലായിടത്തേക്കും ബാധകമാണ് ഈ പറഞ്ഞത്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാത്രം ബാധകമല്ല, എല്ലായിടത്തേക്കും ബാധകമാണ്. എന്തൊരു കഷ്ടാണ്. പല പള്ളികളിലും ജുമുഅക്ക് മുമ്പ് ഒരു നീണ്ട പ്രസംഗം ജുമുഅക്ക് മുമ്പ് നമുക്ക് കാണാൻ കഴിയും. ഖുതുബക്ക് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് ഒരു തറപ്രസംഗം. ഇത് പലപ്പോഴും കാണുന്നു. ജനങ്ങൾ കേൾക്കാനാണ്, നന്നാവാനാണ്, എന്നെങ്കിലേ ജനങ്ങളെ കിട്ടുള്ളൂ. ഇങ്ങനെ നടക്കുന്ന പള്ളിയിലേക്ക് അവസ്ഥ എന്താ? അതും കൂടെ കഴിഞ്ഞിട്ട് വരാൻ കാത്തിരിക്കും ജനങ്ങൾ, അല്ലേ? അങ്ങനെ ഉണ്ടാവാറുള്ളത്. നടക്കുന്നിടത്തൊക്കെ കണ്ടുവരുന്നത് അങ്ങനെയാണ്. വേണ്ട, ശേഷം മതി. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിലക്കിയ രൂപത്തിലൊന്നും നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ഒരിക്കലൊരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണെന്ന് ചോദിച്ചു. എന്തേ, തറപ്രസംഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊരു കറാഹത്താണെന്ന് പോലും പറയാൻ പറ്റുമോ? അതാണ് അയാളുടെ ചോദ്യം. എന്റെ അഭിപ്രായം നല്ലതിനെതിരാണ്, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടതായതുകൊണ്ട് അത് മുമ്പ് തന്നെ നടത്താം. അതാണ് ഇയാളുടെ ന്യായം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, അദ്ദേഹം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ അംഗീകരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ വാഹനത്തിൽ അയാൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുക, ഞാൻ ചോദിച്ചു, ശംസുൽ ഉലമയൊക്കെ അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം എടുത്ത വഴിക്ക് ചോദിച്ചു, തലേന്ന് വരെ ശംസുൽ ഉലമയുടെ മഹത്വം പറഞ്ഞ് പ്രസംഗിച്ചയാൾ എടുത്ത വഴിക്ക് ചോദിച്ചു, ശംസുൽ ഉലമ മുത്തലഖ് മുജ്തഹിദാണോ എന്ന് ചോദിച്ചു. ശംസുൽ ഉലമ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കാൻ. അപ്പൊ പിന്നെ വാശി തന്നെയാണ്, ഇയാൾ പിടിച്ചെടുത്തുനിന്ന് വിടൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചെറിയൊരു ചോദ്യം ചോദിച്ചു. ഈ പ്രസംഗത്തെക്കുറിച്ച് നല്ലതിന് എതിരാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമല്ലേ? ഖിലാഫുൽ ഔലയാണ്. അതെ, അത് ഞാൻ സമ്മതിക്കുന്നു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെള്ളിയാഴ്ച അൽകഹ്ഫ് ഓതുന്നതിന്റെ വിധി എന്താ? അയാൾ പറഞ്ഞു സുന്നത്താണ്. പ്രധാനപ്പെട്ട സുന്നത്തല്ലേ? തീർച്ചയായും വെള്ളിയാഴ്ചയുടെ പ്രത്യേകത തന്നെ അൽകഹ്ഫ് ഓതുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അൽകഹ്ഫ് ഓതുക വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഒരിക്കലും ആ കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അൽകഹ്ഫ് മത്ലൂബാണോ, അത് ഓതാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ? ഇല്ല, തർക്കമില്ല, ഞാനത് സമ്മതിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്കിൽ ഇനിയൊരു കാര്യം, ആ അൽകഹ്ഫ് ഓതൽ ഇത്രയും പ്രബലമായ സുന്നത്താണ്. ആ അൽകഹ്ഫ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ശല്യമുണ്ടാക്കും വിധം ഉറക്കയോതുന്നതിന്റെ വിധി ഹറാമല്ലേ? ആ അൽകഹ്ഫ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ശല്യമുണ്ടാക്കും വിധം ഉറക്കയോതൽ ഹറാമാണ്. അതിനോടെന്താ നിങ്ങളുടെ അഭിപ്രായം? അത് ശരിയാണ്. അപ്പോ ദീനിൽ വേണമെന്നാവശ്യപ്പെട്ട ഒരു കാര്യം പോലും നിസ്കാരക്കാർക്ക് ശല്യമായി പറ്റില്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നു മോശപ്പെട്ട കാര്യമാണ്, നല്ലതല്ല. മോശപ്പെട്ട കാര്യമെന്ന് പറയുന്നില്ലെങ്കിലും നല്ലതല്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഈ സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ ശല്യം ചെയ്തുകൊണ്ട് ഒരു അരമണിക്കൂർ ഖതീബ് മെഹ്റാബിൽ നിന്ന് നടത്തുന്ന ഈ കത്തി, ഈ തറപ്രസംഗം, ഇതെന്തായാലും ഹറാമാന്നുള്ളത് പറയാൻ, അതെന്നെ അങ്ങോട്ട് പറയാൻ നിങ്ങൾക്ക് എന്താ അത്ര പേടി എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ അതേക്കുറിച്ച് ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല, സംഗതി കേൾക്കുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്, എന്തായാലും പെട്ടെന്ന് നടത്തേണ്ട കാര്യമല്ല എന്നിടത്തേക്ക് അദ്ദേഹം എത്തി. ഞാൻ പറയുന്നത്, വിഷയങ്ങളെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പലതും നമുക്ക് കിട്ടാനുണ്ട്, പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച ഒരു മുത്തഅല്ലിമ് വഅളിന് വന്നാൽ അവിടെ ഇരിക്കണം. ഞാൻ പറയുന്നത് വെറുതെ പറയുകയല്ല. ഒരു മീസാൻ ഓതുന്ന ഒരു മുത്തഅല്ലിമ്, ഒരു ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി, 1-ാം വർഷത്തിൽ ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയിൽ നിന്ന് ചിലപ്പോൾ
തുഹ്ഫ ദർസ് നടത്തുന്ന ഉസ്താദിന് ചിലത് പഠിക്കാനുണ്ടാവും. ഇല്ലാന്ന് എങ്ങനെ പറയും? മനുഷ്യന്റെ അവസ്ഥ അതാണ്. എത്ര വലിയവരുടെ തലയിലും ഉദിക്കാത്തത് വളരെ ചെറിയവരുടെ തലയിൽ ഉദിക്കാം. എത്ര വലിയവരുടെ മനസ്സിലേക്കും കയറി വരാത്തത് വളരെ ചെറിയ മനുഷ്യരുടെ തലയിലേക്ക് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ അവഗണിക്കരുത്. ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക എന്നത്, അതാ റസൂലുള്ള പറയുന്നു, അഫ്ളലു മിൻ സ്വലാത്തി അൽഫി റക്അത്ത്, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ടതിന്. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ നമ്മൾ ഈ സദസ്സിൽ ഒത്തുകൂടിയത്. അല്ലാഹു കബൂലാക്കട്ടെ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കഴിഞ്ഞില്ല. പിന്നെയും റസൂലുള്ള തുടരുന്നു, വഇയാദതി അൽഫി മരീദ്, 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട്. ഒരു രോഗിയെ ഒരാൾ സന്ദർശിച്ചാൽ പോരോളും അയാൾ സ്വർഗത്തോപ്പിലാണ് എന്നാ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്. രോഗസന്ദർശനം വലിയ കൂലിയുള്ള കാര്യമാണ്. അപ്പൊ 1000 രോഗിയെ സന്ദർശിക്കുന്നതിനേക്കാൾ കൂലിയുണ്ട്. വശുഹൂദി അൽഫി ജനാസ, 1000 ജനാസയെ അനുഗമിക്കുന്നതിനേക്കാൾ, മരണാനന്തര ചടങ്ങുകളിൽ 1000 എണ്ണത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂലിയുണ്ട്. 1000 മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ, 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ, 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയുള്ള കാര്യമാണ് ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സഹാബത്തിനൊരു സംശയം സ്വാഭാവികമാണല്ലോ, എല്ലാവർക്കും ഉണ്ടാകും. ഇന്നലെ ഇവിടെ നമ്മൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഫത്ഹുൽ മുഈനിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഷർത്തിനെ കുറിച്ച് മാത്രമേ ഫർളിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, തിലാവത്തിന്റെ സുജൂദിനെ പറ്റി എന്ന് പറഞ്ഞു. ഷർത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വന്നിട്ടില്ലായിരുന്നു, പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ കൂട്ടത്തിലൊരു ചോദ്യം ഉണ്ടാകി. സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓത്തിന്റെ സുജൂദിന്റെ സമയത്ത് സാധാരണ നിസ്കരിക്കുന്നത് പോലെ ഡ്രസ്സ് ചെയ്യണോ, ഔറത്ത് മറച്ചിരിക്കണോ എന്നൊരു ചോദ്യം. പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒന്നും കൂടെ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും വേണം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നിസ്കാരത്തിന്റെ 5 ഷർത്തുകളും സുജൂദു തിലാവക്ക് ബാധകമാണ്. സുജൂദു ശുക്രിനും ബാധകമാണ്. നന്ദിയുടെ സുജൂദ്, അതിനൊക്കെ അത് ബാധകമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് കാണാം. അപ്പൊ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരക്കുപ്പായത്തിൽ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സജദയുടെ ആയത്ത് ഇങ്ങനെ ഓതിപ്പോവുകയാണെങ്കിൽ അപ്പോഴേ സുജൂദിന് സൗകര്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേഗം എന്ത് ചെയ്യണം, ഒതുണ്ടാക്കി ഖുർആൻ ഓതുന്ന സമയത്ത് ഏതായാലും ഉണ്ടാവും, വേഗം നിസ്കാരക്കുപ്പായം മാറ്റിയിട്ട് ഔറത്ത് മറച്ചിട്ട് സുജൂദ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് സഹോദരിമാരത് ചോദിക്കാനും കാരണം അത് എപ്പോഴും ഒന്നും നടന്നോളന്നില്ല. അത് ഒഴിവാക്കിയാൽ കുറ്റകരമാണോ എന്ന് ചോദിക്കാൻ കാരണം കുറ്റകരമല്ല. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ചെയ്താൽ പുണ്യകരമാണ്. അത് ഇന്നലെ പ്രത്യേകം ഉണർത്തി കൂലി കിട്ടും. മറന്നുപോകരുത്. അപ്പൊ ഔറത്ത് മറക്കണമെന്ന് തന്നെയാണ് സഹോദരിമാർ പൂർണ്ണമായിട്ട്. സഹോദരിമാരുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു സംശയം വരുള്ളൂ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മുട്ടുമുക്കളുടെ ഇടയിൽ അവർ മറച്ചിരിക്കണം, അതവർ മറക്കും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതവിടെ കൂടുതൽ ചർച്ചക്ക് വരുന്നില്ല. അപ്പൊ നിസ്കാരത്തിൽ 5 ഷർത്തും ബാധകമാണെന്ന് പറയുമ്പോൾ നിസ്കാരത്തിൽ ഒരു ഷർത്താണ് സമയമായെന്ന് ഉറപ്പുവരിക, സമയമായെന്നറിയണം. അത് ഇവിടെ എങ്ങനെയാ ബാധകമാകുന്നത് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. മഹാന്മാർ പറഞ്ഞു, കമാലുൽ ഫറാഗി മിൻ ആയത്തി സജ്ദ, സജ്ദയുടെ ആയത്തിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുക, അപ്പോഴാണ് സമയാവുക. എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട് ഓതിയാൽ സുജൂദ് സമയമായിട്ടില്ല. ഒരാള് പകുതി ഓതി മറ്റേയാള് പകുതി പൂരിപ്പിച്ചു, അതുകൊണ്ടും സമയാവില്ല. ഒരാള് തന്നെ ഇത് മുഴുവൻ ഓതുമ്പോഴാണ് സുജൂദിന്റെ സമയാവുക. അതാണ് സമയം കടന്നു എന്ന് ഉറപ്പാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആ ഷർത്ത് അവിടെ മാനിക്കപ്പെടുന്നത് ആ അർത്ഥത്തിലാണ്. കൂട്ടത്തിൽ ഉണർത്തുന്നു, ഇന്നലത്തെ ചർച്ചയിൽ കടന്നു വരാത്തത് കൊണ്ട് കടന്നു വരേണ്ട ഒരു ചർച്ചയാണ്. ഖിബ്ലക്ക് മുന്നിടണം, ഔറത്ത് മറക്കണം, ആ ഷർത്തുകളൊക്കെ ഇവിടെയും ബാധകമാണ് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അപ്പൊ അങ്ങനെ സംശയങ്ങൾ സ്വാഭാവികമാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവും. നബി തങ്ങളോട് ഈ വിഷയം അങ്ങ് പറഞ്ഞപ്പോ, ഒരു ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്താൽ ഇത്രയും വലിയ കൂലിയുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹിയോട് ഒരു ചോദ്യം, വമിൻ ഖിറാഅത്തിൽ ഖുർആനി യാ റസൂലല്ലാഹ്,
നബിയേ, ഖുർആൻ ഓതുന്നതിനേക്കാളും കൂലി ഇൽമു പറയുന്ന സദസ്സിൽ പങ്കെടുക്കലാണോ? ഖുർആൻ പഠിക്കാതെ, ഖുർആന്റെ ആശയങ്ങൾ പഠിക്കാതെ, ഇൽമു പഠിക്കാതെ കേവല പാരായണം, ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, കേവല പാരായണം. ആ കേവല പാരായണത്തെക്കാളും ഇതിന് പ്രതിഫലമുണ്ടോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? വഹൽ യൻഫഉൽ ഖുർആനു ഇല്ലാ ബിൽ ഇൽമ. ഖുർആനും ഉള്ളിൽ തട്ടണമെങ്കിൽ അതേക്കുറിച്ച് അറിവ് വേണ്ടേ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ പഠിക്കുന്നതിന് തന്നെയാണ് എപ്പോഴും ഓതുന്നതിനേക്കാൾ മഹത്വം. അതാ ഞാൻ പറഞ്ഞത്, ജീവിതം മുഴുക്കെ ഈ ഗ്രന്ഥത്തിന്റെ അധ്യാപനവുമായി, പഠനവും അധ്യാപനവുമായി ബന്ധപ്പെട്ട ഉസ്താദ് പിന്നെയും ഖുർആൻ ഓതാൻ ഒരു സമയം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളും കാണണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പഠിക്കാനും സമയം കാണണം, ദീനിനെ പറ്റി പഠിക്കാൻ. അതിനൊരു സമയം നമ്മൾ ജീവിതത്തിൽ എന്നും കണ്ടിരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യയിൽ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിർറുബ്നു ജൈസ് റളിയല്ലാഹു അൻഹു, സിർറുബ്നു ഹുബൈസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഞാൻ സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മാ ജാഅ ബിക്, എന്തിനാണ് ഇങ്ങ് വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉംബിതുൽ ഇൽം, ഒന്നുമല്ല, അറിവ് പഠിക്കുക എന്ന മോഹത്തിൽ വന്നതാണ്, ഇൽമും തേടി വന്നതാണ്. എവിടെയൊക്കെയാണ് അറിവിന്റെ ഖനികളുള്ളത് അത് ഞാൻ പെറുക്കാൻ വരും. അറിവിന്റെ അക്ഷയക്കനികളിൽ ഞാൻ വന്ന് നുകർന്നുകൊണ്ടേയിരിക്കും അറിവുകൾ. ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നിങ്ങൾ പലതും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വല്ലതും കിട്ടാൻ വേണ്ടി വന്നതാണെന്ന് തന്നെ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. എന്നാൽ ആദ്യം ഈ വരവ് എത്രത്തോളം പരിശുദ്ധമാണെന്ന് പറയട്ടെ. ഈ വഅദിന്റെ മജ്‌ലിസിലേക്ക് നിങ്ങൾ വന്നല്ലോ, ഇൽമു നമുക്ക് പിന്നെ പഠിക്കാം. ഈ വന്നത് തന്നെ ഇതേക്കുറിച്ചൊന്ന് പഠിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ മിൻ ഖാരിജിൻ ഖറജ മിൻ ബൈതിഹി ഫീ ത്വലബിൽ ഇൽമ. അറിവും അന്വേഷിച്ച് ഒരാള് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, നമ്മളൊക്കെ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് അറിവും അന്വേഷിച്ച് ഇങ്ങ് പുറപ്പെട്ടു അല്ലേ? റമദാനിന്റെ നോമ്പും നോറ്റ് നമ്മൾ ഇവിടെ വന്നിരുന്ന് അതാ അറിവ് കേൾക്കുന്നു. വീട്ടിൽ നിന്നൊരാൾ അറിവ് തേടി പുറപ്പെട്ടാൽ, ഇല്ലാ വദഅത് ലഹുൽ മലായികതു അജ്നിഹതഹാ റിളം ബിമാ യസ്നഅ. അവന്റെ പ്രവൃത്തിയിൽ മലക്കുകൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷം വന്നതുകൊണ്ട് മലക്കുകൾ അവരുടെ സംരക്ഷണത്തിന്റെ ചിറകുകള് അവർക്ക് താഴ്ത്തിക്കൊടുക്കും, അവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. ആ ആളുകൾക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രത്യേക സംരക്ഷണമുണ്ടാകും. അറിവ് തേടി പോകുന്ന മനുഷ്യർക്ക്, ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമിന് ഇത് കിട്ടുകയാണ്. ഇതുപോലെയുള്ള സദസ്സിൽ വന്നിരിക്കാൻ മനസ്സ് കാണിക്കുന്ന സുമനസ്സുകൾക്ക് ഇത് ലഭിക്കുകയാണ്. അല്ലാഹു ഇത് ലഭിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നു ഒരു 3 വട്ടം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ ഒന്ന് ചൊല്ലുക. അല്ലാഹു അത് രേഖപ്പെടുത്തട്ടെ നമ്മുടെ ഹസനാത്തിന്റെ പട്ടികയിൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയമൊക്കെ റമദാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയൊക്കെ ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് മലപ്പുറത്ത് വരുന്ന പ്രഭാഷണത്തിൽ വരും. നിങ്ങൾ ആ CD വാങ്ങി കേൾക്കണം. തിരുനബി പ്രഭാഷണങ്ങൾ എന്നതാണ് അവിടുത്തെ പ്രഭാഷണത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത വിഷയം. തിരുനബി പ്രഭാഷണങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശക്തമായ ഭാഷയിലുള്ള പ്രഭാഷണങ്ങൾ, ഒരുപാട് ആശയങ്ങളുള്ള ഓരോ വരികൾ എടുത്തുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഇവിടെ നടന്ന പ്രഭാഷണം അവർക്ക് CD ആയിട്ട് കേൾക്കാം, അവിടെ നടന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചും CD ആയിട്ട് കേൾക്കാം. എല്ലാ ജില്ലയിലും ഇൻഷാ അല്ലാഹ് നടക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കും. നിങ്ങളെല്ലാവരും വാങ്ങണം, കേൾക്കണം എന്ന് പ്രത്യേകിച്ച് ഉണർത്തണം. അല്ലാഹു നാം ചൊല്ലിയ ദിക്റുകളെ ഖബൂലാക്കട്ടെ. അല്ലാഹു നാം ചൊല്ലിയ ദിക്റുകളെ ഖബൂലാക്കട്ടെ. അപ്പൊ അറിവും തേടി പോരുന്ന ആൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകും.
ബഹുമാനപ്പെട്ട കസീർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ദിമഷ്കിലെ പള്ളിയിലിരിക്കുകയാണ്. ആ സമയത്താണ് ഒരാള് അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അബൂദർദ, ഓ അബൂദർദ, ഇന്നി അതൈതുക മിനൽ മദീന മദീനത്തി റസൂലില്ലാഹ്, ഞാൻ മദീനയിൽ നിന്ന് വരാൻ. മദീന എന്ന് പറഞ്ഞതിന് പട്ടണം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഏതോ ഒരു പട്ടണത്തിൽ നിന്ന് വന്നാലും പറയാം. അതുകൊണ്ട് അത് വിശദീകരിക്കാൻ വേണ്ടി മഹാനവറുകൾ പറഞ്ഞു, ഇന്നി അതൈതുക മിനൽ മദീന മദീനത്തി റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ മദീനയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇങ്ങ് വരുന്നത്. ലി ഹദീസിൻ ബലഗനി അൻക അന്നക തുഹദ്ദിസു അൻ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിനെ കുറിച്ച് ആരും കേൾക്കാത്ത ഏതോ ഒരു ഹദീസ് നിങ്ങൾ പറയുന്നുണ്ട് എന്ന് എനിക്ക് വിവരം കിട്ടി. അത് കേട്ടിട്ട് അത് തേടി പിടിച്ച് ഇങ്ങ് ദിമഷ്കിൽ വരെ ഞാൻ വന്നതാണ്. ഒരുപാട് പാടുപെട്ട് ഞാൻ ഈ യാത്ര ചെയ്തിങ്ങ് വന്നത് അത് കിട്ടാൻ വേണ്ടിയാണ്. ഉടനെ തന്നെ മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫമാ ജാഅ ബിക തിജാറ, നിന്നെങ്ങോട്ട് കൊണ്ടുവന്നത് കച്ചവടമല്ലല്ലോ? ഖാല ലാ, അല്ല. വീണ്ടും ചോദിച്ചു, വലാ ബിഗാ അലക ഗൈറഹു, ഈ ഹദീസ് കിട്ടുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റു വല്ല ലക്ഷ്യവും നിനക്കുണ്ടോ ഈ വരവിൽ? അതും ലക്ഷ്യമാണ്, മറ്റൊന്നും ലക്ഷ്യമുണ്ടോ? ഇല്ല. ഖാല ലാ. അപ്പൊ പറഞ്ഞു, എങ്കിലേ ഇത് ചെറിയ കാര്യമല്ല മോനെ. ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമാ സഖലല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന. ഒരാൾ ഇൽമും തേടി ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു ആ വഴിയിൽ അയാൾക്ക് സ്വർഗത്തിലേക്ക്, അത് കാരണമായി അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കുള്ള റൂട്ട് എളുപ്പമാക്കുന്നതാണ്. ഫഇന്നൽ മലായികത ലതളഉ അജ്നിഹതിഹാ റിളൻ ലിതാലിബിൽ ഇൽമ്, ഇൽമു തേടി വരുന്ന ആളുകളുടെ കാര്യത്തില് മലക്കുകൾ അങ്ങേയറ്റം സംതൃപ്തരാണെന്ന കാരണം കൊണ്ട് അവരുടെ പ്രത്യേക സംരക്ഷണത്തിന്റെ നിഴല് അവർക്ക് വിരിച്ചു കൊടുക്കും. അതേ, വഇന്ന ത്വാലിബൽ ഇൽം, ഇൽമു തേടുന്ന മനുഷ്യൻ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിലുള്ള സകലവും അവന് പൊറുക്കലിനെ തേടും, അവന് വേണ്ടി പൊറുക്കലിനെ തേടും. ഹത്തൽ ഹീതാനു ഫിൽ മാ, വെള്ളത്തിന്റെ സമുദ്രത്തിന്റെ അടിയിലൂടെ ഊളിയിട്ട് പായുന്ന മത്സ്യങ്ങൾ വരെ ഈ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. വഇന്ന ഫളൽ ആബിദി അലൽ ആലി വഇന്ന ഫളൽ ആലിമി അലൽ ആബിദി, അറിവുള്ളവനും ഇബാദത്ത് ചെയ്യുന്നവനും തമ്മിലുള്ള വ്യത്യാസം, ഇബാദത്ത് ചെയ്യുന്നവനേക്കാൾ അറിവുള്ള മനുഷ്യന്റെ മഹത്വം കഫളിൽ ഖമരി അലാ സായിരിൻ നുജൂം, മറ്റു നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ചന്ദ്രനുള്ള പ്രത്യേകതയാണ്. ഒരാലിമും കുറെ ആബിദീങ്ങളും ഒരുമിച്ച് കൂടിയാൽ അവരെക്കാളൊക്കെ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ചന്ദ്രനുള്ള പ്രാധാന്യമുണ്ട് ഈ ആലിമിന്. ഇന്നൽ ഉലമാഅ ഹും വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതര്. ഇന്നൽ അംബിയാ അലം യുവരിസൂ ദിനാറൻ വലാ ദിർഹമാ വഇന്നമാ വറസുൽ ഇൽമ. അതേ, പണ്ഡിതന്മാര് അംബിയാ മുർസലീങ്ങളുടെ അനന്തരാവകാശികളാണെന്ന് പറയുമ്പോ എന്താണ് അംബിയാക്കൾ ഈ ആലിമീങ്ങൾക്ക് അനന്തരമായി കൊടുത്തത്? അവരുടെ സ്വത്തുക്കളാണോ? അല്ല. അവരുടെ മറ്റു വല്ല കാര്യങ്ങളുമാണോ? അല്ല. അവർക്ക് ദിർഹമോ ദീനാറോ നൽകിയിട്ടില്ല, പണം കൊടുത്തിട്ടില്ല. വഇന്നമാ വറസുൽ ഇൽമ, അവർക്ക് അനന്തരമായി കൊടുത്തത് അറിവാണ്. അള്ളാന്റെ റസൂൽ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ യാത്ര തന്നെ പുണ്യകരമാണ്. എന്നിട്ട് ആരും കേൾക്കാത്ത ഹദീസ് അത് പിന്നീട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആദ്യം ഈ വരവിന്റെ വിശുദ്ധിയാ പറഞ്ഞു കൊടുത്തത്. അറിവ് പഠിക്കുന്നതിന് എത്ര വലിയ പ്രസക്തിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളത്. എല്ലാവരും സമരക്കളത്തിലേക്ക് പുറപ്പെടുകയാണ്, ജിഹാദിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ സമയത്താണ് സൂറത്തു തൗബയിൽ ആയത്തിറങ്ങുന്നത്, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ, മുഅ്മിനീങ്ങൾ ഒന്നടങ്കം സമരക്കളത്തിലേക്ക് പോയി കൂടാ. ഖുർആന്റെ ഭാഷ, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ, മുഅ്മിനീങ്ങൾ ഒന്നടങ്കം സമരക്കളത്തിലേക്ക് പോകാൻ പാടില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും
ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീനി വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. നോക്ക് നിങ്ങൾ, എത്ര നല്ല പാഠമാണ്. സൂറത്തു തൗബ 122. എല്ലാരും കൂടെ പുറപ്പെടാൻ പാടില്ലായിരുന്നു. ലൗലാ നഫറ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും. ആ ജനങ്ങളിൽ നിന്നും, ഓരോ തറവാട്ടിൽ നിന്നും, ഓരോ കുടുംബത്തിൽ നിന്നും ത്വായിഫത്തുൻ, ഒരു വിഭാഗം മാറി നിൽക്കട്ടെ. അവര് സമരത്തിനൊന്നും പോകണ്ട. ലിയതഫഖഹു ഫിദ്ദീൻ, അവർ ദീനീ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാറി നിൽക്കണം. വലിയുൻദിറു ഖൗമഹും, എന്തിനാണ് ആ ദീനീ കാര്യം പഠിപ്പിക്കുന്നത്? അപ്പോഴല്ലേ അവരുടെ ജനതയെ അവർക്ക് താക്കീത് ചെയ്യാൻ കഴിയൂ. ഇദാ റജഉ, സമരക്കളത്തിൽ ഷഹീദാവാതെ യുദ്ധം വിജയിച്ച് തിരിച്ചു വന്നാൽ ദീനിന്റെ ആത്മാവ് ഇവിടെ ബാക്കിയാവണമെങ്കിൽ സമരത്തിനു പോലും പോകാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഇവിടെ വേണം. അവിടെയാണ് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ സംഘടനാ പ്രവർത്തനം, അതും ഒരു സമരമാണ്. പക്ഷേ അത് നടത്തിയിട്ട് പഠനം മുടക്കരുത്. അതേസമയം പഠനത്തോടൊപ്പമുള്ള സംഘടനാ പ്രവർത്തനം വേണം. വേണ്ടാന്നല്ല പറഞ്ഞത്, പക്ഷേ അത് മുടക്കിക്കൊണ്ട്, പഠനം മുടക്കിക്കൊണ്ട് സംഘടനാ പ്രവർത്തനമാവരുത്. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തെറ്റുധരിക്കരുത്. സംഘടനാ പ്രവർത്തനം വേണ്ട എന്നല്ല പറഞ്ഞത്, അതിന് സമയം കാണണം, എല്ലാറ്റിനും സമയം കാണണം. ഖുർആൻ പഠിക്കലാണ് ഓതുന്നതിനേക്കാൾ പ്രാധാന്യമെന്ന് കരുതി ഓതാതെ പഠിക്കുക, അങ്ങനെ ഒരു നിലപാടില്ലല്ലോ. പഠിക്കണം, അതോടൊപ്പം ഓതാനും കുറച്ച് സമയം കാണണം. എന്നതുപോലെ സംഘടനാ വർക്കൊരു ജിഹാദാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വളരെ പ്രതിഫലാർഹമായ ജിഹാദാണ്. SSF പ്രവർത്തിക്കുന്നു, SYS പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ സജീവ വർക്കർമാരാവണം. പക്ഷേ ഒരു കാര്യമുണ്ട്, പഠനം മുടക്കരുത്. മുതഅല്ലിമീങ്ങളെ ഓതിപ്പഠിക്കുന്ന കാലത്ത് പൂർണ്ണമായും ഓതിപ്പഠിക്കണം. അതോടൊപ്പം തന്നെ ഇതിനും സമയം കണ്ടെത്താം. സമയം മുടക്കിക്കൊണ്ട്, പഠന സമയം മുടക്കിക്കൊണ്ട് ഇത്തരം സംഗതികൾ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ അപകടമാകും. അത് കൂട്ടത്തിൽ ഉണർത്തിയതാണ്. فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم. യുദ്ധത്തിന് പോയവർ തിരിച്ചു വന്നാൽ അവരെ, ആ കൗമിനെ താക്കീത് ചെയ്യണമെങ്കിൽ, അവർക്ക് വഅദ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ദീൻ പഠിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്ന ഒരു ടീം ഇവിടെ വേണ്ടേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും ഇൽമു പഠിച്ചവർ മദീന പള്ളിയിൽ തന്നെ ഉണ്ടാവും. നബിതങ്ങൾ പങ്കെടുത്ത സമരങ്ങൾ കുറവല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമനിർദ്ദേശ പ്രകാരം അതാ പുറപ്പെടുകയാണ് സൈന്യങ്ങൾ. അതേസമയം അതിനൊന്നും പോകാതെ ഒരു ടീം ഇവിടെ മാറി നിൽക്കുന്നുണ്ട് ഇൽമു പഠിക്കാൻ വേണ്ടി. വേണമെന്ന് പറഞ്ഞു. സൂറത്തു തൗബ 122. ലഅല്ലഹും യഹ്ദറൂൻ. അതെന്തിനാ? ആദ്യം ദീനിന്റെ നിലനിൽപ്പല്ലേ ഉറപ്പാക്കേണ്ടത്. അതിനെല്ലാവരും ഒരുമിച്ച് നിന്ന് പൊരുതുകയല്ലേ വേണ്ടത്. അഭിപ്രായം പലർക്കും പലതായിരിക്കും. എന്നിട്ട് പോരേ, അപ്പോഴാ പറയുന്നത് എന്ത്? അള്ളാഹു പറയുന്നു ലഅല്ലഹും യഹ്ദറൂൻ. അവരിൽ നിന്ന് കുറച്ചാളുകൾ തിരിച്ചു വന്നാൽ അവരെ വഅദ് പറഞ്ഞ് നന്നാക്കണമെങ്കിൽ, ദീനിന്റെ ആത്മാവ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അറിവ് വേണം. അപ്പോഴല്ലേ ലഅല്ലഹും യഹ്ദറൂൻ, അവർക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അറിവില്ലെങ്കിൽ അത് സാധ്യമല്ല. അറിവ് വേണം. അറിവാണ് എന്നും ഇസ്ലാമിന്റെ ജീവൻ. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിവ്. ആ അറിവില്ലെങ്കിൽ ജഡസമാനമായ സമുദായ കൗമായിരിക്കും ഇവിടെ ജീവിക്കുക. അവരെ ആർക്കും പേടിയുണ്ടാവില്ല. ജീവനുള്ളവരെ മാത്രമേ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജനങ്ങൾക്ക് പേടിയുണ്ടാവുള്ളൂ. സത്യമാണത്. അപ്പൊ അതുകൊണ്ട് ഇൽമു പഠിക്കുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. യുദ്ധത്തിന് പോക്ക് പോലും നിർത്തിവെച്ചിട്ട് അറിവ് പഠിക്കാൻ ഒരു ടീം അതിനായിട്ട് മാറി നിൽക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്. സൂറത്തു തൗബ 122. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു. എന്താ ചോദിച്ചത്? അൻ റജുലൈനി കാനാ ഫീ ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്ന രണ്ടാളുകളുടെ കഥ പറഞ്ഞു റസൂലുള്ളാഹിയുടെ മുമ്പിൽ. അഹദുഹുമാ കാന ആലിമൻ യുസല്ലിൽ മക്തൂബ സുമ്മ യജ്ലിസു ഫയുഅല്ലിമുൻ നാസൽ ഖൈർ. അതിലൊരാള്, രണ്ടാളുടെ കഥയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതിലൊരാള്
അയാള് നല്ല ഒരു പണ്ഡിതനായിരുന്നു. കാന ആലിമൻ യുസല്ലിൽ മക്തൂബ, ഫർള് നിസ്കരിക്കും, അത് കഴിഞ്ഞാൽ സുമ്മ യജ്ലിസു, പിന്നെ ഇരുന്നിട്ട് ഫയുഅല്ലിമുൻ നാസൽ ഖൈർ, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ഫർള് മാത്രമേ നിസ്കരിക്കൂ, സുന്നത്തൊന്നും നിസ്കരിക്കൂല. അങ്ങനെ ഒരു ആലിം, മുഴുസമയം പഠനത്തിനു വേണ്ടി നീക്കിവെച്ച ഒരു ആലിം. പഠിപ്പിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. വൽആഖറു, മറ്റേയാളോ യസൂമുൻ നഹാറ വയഖൂമുൽ ലൈൽ, പകല് മുഴുവനും നോമ്പ്, രാത്രി മുഴുവനും നിസ്കാരം. ഇങ്ങനെ ഒരു മനുഷ്യൻ, ആബിദായ ഒരു മനുഷ്യൻ. നബിതങ്ങളോട് ചോദ്യം, അയ്യുഹുമാ അഫ്ളലു യാ റസൂലല്ലാഹ്, നബിയെ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ആലിമാണെന്ന് പറയേണ്ടതില്ല, അയാളുടെ ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്നാ ഞാൻ പറയേണ്ടത്. ഫദ്ലു ഹാദൽ ആലിമി അല്ലദീ യുസല്ലിൽ മക്തൂബ സുമ്മ യദ്രിസു ഫയുഅല്ലിമുൻ നാസൽ ഖൈർ, ഫർള് മാത്രം നിസ്കരിച്ച് സുന്നത്ത് പോലും നിസ്കരിക്കാതെ ജനങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഈ ആലിമും രാവും പകലും ഇല്ലാതെ നോമ്പും നിസ്കാരവുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഈ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം കഫദ്ലി അലാ അദ്നാകും സദഖ റസൂലുള്ളാഹി, കഫദ്ലി എന്റെ മഹത്വം പോലെയാണ്, അലാ അദ്നാകും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന മനുഷ്യനേക്കാൾ എനിക്ക് എത്ര മഹത്വം ഉണ്ടോ അതുപോലെയാണ് ഇവർ രണ്ടാളും തമ്മിലുള്ള അന്തരം. ഷഫീഉനാ റസൂലുള്ളാഹി, എത്രയാ ബഹുമാനം. നോക്ക്, നിങ്ങൾ അടുത്ത കാലത്ത് വരെ ജീവിച്ചിരുന്നു. പഠനം തപസ്യയാക്കിയവർ, അധ്യാപനം തപസ്യയാക്കിയ ഒരുപാട് ആലിമീങ്ങൾ. അക്കൂട്ടത്തിൽ സ്റ്റേജിലുള്ളത് അധികവും സഖാഫിമാരാണ്. ഞങ്ങൾക്ക് പരാമർശിക്കാതിരിക്കാൻ വയ്യ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്. ഒരു സമയം കിട്ടിയാൽ അത് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നയാള്, മുഴുസമയം പഠനത്തിന് വേണ്ടി നീക്കിവെക്കുന്നയാള്. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നിലപാട്. ഫർള് നിസ്കരിക്കും, മോക്കതായ റവാത്തിബുകളൊക്കെ നിസ്കരിക്കും, അത് കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവനും പഠനത്തിന് വേണ്ടി നീക്കിവെക്കുന്ന ആളായിരുന്നു. അല്ലാഹു ഉസ്താദിന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഞങ്ങൾക്ക് പ്രബോധന മേഖലയിൽ എല്ലാവിധ അറിവും പകർന്നു തന്ന ഉസ്താദ് പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞ പല ഹിക്മത്തുകളും ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് പല ഘട്ടങ്ങളിലും. അല്ലാഹുവേ, ഉസ്താദിന്റെ ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്. വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പിൽ വരെ നേരിട്ട് സംസാരിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. മോനെ, എല്ലാ സദസ്സിൽ നിന്നും ഒരുപാട് വേദികൾ ഉണ്ടാവുമല്ലോ, ഉസ്താദുമാരെ മറക്കരുത് കേട്ടോ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അല്ലാഹുവേ, റമദാനിനെ സാക്ഷിയാക്കി ഞങ്ങൾ ചോദിക്കുന്നു, നീ ഉസ്താദിന്റെ ദറജ ഏറ്റണേ അല്ലാഹ്, ഉസ്താദിന്റെ ദറജ ഏറ്റണേ അല്ലാഹ്. ആ പേന കേരളത്തിന് നൽകിയ സംഭാവന മാത്രമല്ല, പുറം ലോകത്തിന് നൽകിയ സംഭാവനയും അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. പഠിച്ചവനെ, അത് മുഴുവനും നീ ഖബൂലാക്കണേ അല്ലാഹ്. വലിയ ഒരാലിം, ഇരുത്തം ചെന്ന ഒരാലിമായിരുന്നു. ഇൽമ് പഠിക്കുക, ഇത് തന്നെയായിരുന്നു അവിടുത്തെ ജോലി. എന്തൊരു കാര്യമായാലും അതറിയാനുള്ള താല്പര്യം, ജിജ്ഞാസ, അത് ഉസ്താദിന് വളരെ കൂടുതലുണ്ടായിരുന്നു.